മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. ഇതുവരെ 190 പേരെ രക്ഷപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. ഗംഗോത്രി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. ലിംച്ച്ഗഡിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ലിംചാഗറിലാണ്. ദുരന്തഭൂമിയായ ധരാലിയിലേക്കുള്ള രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും നിർണായകമായ ഒരു പ്രദേശമാണ് ഇവിടം. ഇവിടെ നമുക്ക് കാണാം റോഡ് പകുതിയിലേറെ ഇടിഞ്ഞ് താഴേക്ക് പതിച്ച ഒരു നിലയിലാണ്. കുത്തിയൊലിച്ചെത്തിയ ഈ മലവെള്ളപ്പാച്ചിലിൽ ഈ റോഡ് പാടെ തകർന്നിരിക്കുന്നു. നിലവിലിപ്പോൾ ഈ പ്രദേശത്തേക്കുള്ള രണ്ടിടങ്ങളിലാണ് ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നത്. അത് രണ്ട് ഇടങ്ങളിലും പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഒരിടത്ത് ഏതാണ്ട് പുനഃസ്ഥാപിച്ചു. വീണ്ടും മണ്ണും കല്ലും വീണെങ്കിലും ആ തടസ്സങ്ങൾ നീക്കുകയാണ്. രണ്ടാമത്തെ ഇടത്തം ബട്വാഡിയിലെ രണ്ടാമത്തെ ഇടത്ത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടം പിന്നിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമാകുന്ന പ്രദേശമാണ് ഈ ലിംചാഗഡ് എന്ന പ്രദേശം. ഇവിടെയാണ് ആ പാലം തകർന്നു പോയിരിക്കുന്നത്. 24 മീറ്റർ നീളമുള്ള ഒരു പാലമാണ് തകർന്നത്. ഒരു ചെറിയ അരുവിക്ക് കുറുകെയുള്ള പാലമായിരുന്നു അത്. എന്നാൽ ഈ ഒരു മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇവിടെ പ്രദേശം മുഴുവനായി ഒഴുകിയെത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുകളിൽ നിന്നും രണ്ടിടങ്ങളിൽ നിന്നായി ചെങ്കുത്തായ കുന്നിൻ ചെരുവുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചെത്തി വലിയ പാറക്കല്ലുകൾ പോലും ആ റോഡിലേക്ക്, പാലം നിന്നിരുന്ന സ്ഥലത്തേക്ക് പതിച്ചിരിക്കുകയാണ്. പാലം പാടെ തകർന്നു പോയിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും അതിൻ്റെ ബേസ്മെൻറ്റ് ഇപ്പോഴും ആ പ്രദേശത്ത് തന്നെയുണ്ട് രണ്ടിടങ്ങളിലും. അതുകൊണ്ട് തന്നെ ബെയിലി പാലം നിർമ്മാണത്തിന് അത് കൂടുതൽ സൗകര്യം ഒരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 24 മീറ്റർ പാലത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ എല്ലാം തന്നെ കൃത്യമായി അളന്ന് മുറിച്ച് തയ്യാറാക്കിയിരിക്കുന്നു. എന്നാൽ ബട്വാഡിയിൽ രണ്ടിടങ്ങളിൽ റോഡ് തകർന്നതിനെ തുടർന്നാണ് അവ ഇവിടേക്ക് എത്തിക്കാൻ കഴിയാതിരിക്കുന്നത്. ആ രണ്ടിടങ്ങളിൽ റോഡ് നിർമ്മാണം പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ തന്നെ സാമഗ്രികൾ ഇവിടെ എത്തും എന്നാണ് സൈന്യവും ബോർഡർ റോഡ് ഓർഗനൈസേഷനും അറിയിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഇന്ന് 2 തവണ സൈന്യം ഹെലികോപ്റ്ററിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം വലിയ ആഘാതമാണ് ഈ പ്രദേശത്ത് ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. ഒരു ചെറിയ അരുവിയാണ് ഇത്തരത്തിൽ കുത്തിയൊലിച്ച് ആ പ്രദേശത്തെ മണ്ണും കല്ലും ചെളിയും മുഴുവനായി കൊണ്ടുവന്ന് ആ പാലത്തെ തകർത്തെറിഞ്ഞ് അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഈ അടുത്ത പ്രദേശത്തൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അത്രത്തോളം വലിയ വെള്ളപ്പാച്ചിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാണ്. ലച്ചാഘട്ടിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.